UDFിൻ്റെ നേതൃയോഗം സ്വാഭാവികമായും UDF ചർച്ച ചെയ്യുക ഏത് വിഷയമായിരിക്കും? മാധ്യമങ്ങളൊക്കെ അത് പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് അവലോകനമുണ്ടാകും, സ്വാഭാവികമാണ്. അതോടൊപ്പം കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രശ്നമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നം അത് വിശദമായി ചർച്ച ചെയ്യുകയും കൂടുതൽ സമരങ്ങളിലേക്ക്, പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് പോകും, അതിനുള്ള തീരുമാനം UDFിലുണ്ടാകും എന്നൊക്കെയാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നത്. ഏതാണ് ആ വിഷയം? ശബരിമല വിഷയം തന്നെയാണ്. ശബരിമലയിൽ പിടിച്ച് UDF മുന്നോട്ട് പോകും. ശബരിമല മാത്രമാണ് UDFിൻ്റെ മുന്നിലുള്ള രക്ഷ. അതായിരുന്നു തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDF മുന്നോട്ട് വെച്ചത്. എന്തിനേറെ പറയുന്നു, ഒരു പാരഡി ഗാനത്തെ ഹിറ്റാക്കാനും ആ പാരഡി ഗാനം ദില്ലിയിൽ പാർലമെന്റിന് മുന്നിൽ UDFിൻ്റെ MP-മാർ പാടിയതും ഒക്കെ നാം കണ്ടു. കേരളത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിലേക്ക് ശബരിമല വിഷയം ഉയർത്തിക്കൊണ്ടുവരണം, അതായിരുന്നു കോൺഗ്രസിന്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് MP-മാർ പാരഡിപ്പാട്ടുമായി ദില്ലിയിലെത്തിയത്. അതൊക്കെ കഴിഞ്ഞ് അടുത്ത പടി അത് കൂടുതൽ സജീവമായി ചർച്ചയാക്കുക, സമരങ്ങൾ കൊണ്ടുവരിക, SITയുടെ പ്രവർത്തനം തൃപ്തികരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജില്ലകളിൽ പ്രകടനങ്ങൾ, പൊതുയോഗങ്ങൾ, സമരങ്ങൾ സംഘടിപ്പിക്കുക, ഇതൊക്കെയായിരുന്നു പ്രതീക്ഷിച്ചത് UDF യോഗത്തിൽ. പക്ഷേ ഒന്നുമുണ്ടായില്ല. UDF യോഗം കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയ വാർത്താ സമ്മേളനമുണ്ട്. ശബരിമലയെക്കുറിച്ച് അങ്ങ് പറഞ്ഞുപോയി. SITയുടെ മുകളിൽ സംസ്ഥാന സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നു, കൂടുതൽ CPM നേതാക്കളെ ചോദ്യം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് SIT, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ വാക്കുകൾ കേൾക്കാം. SITയുടെ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നു എന്ന് കോടതി ചോദിക്കുന്ന നിലയിലേക്ക് എത്തി. ഇനിയും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉത്തരവാദികളായ നിരവധി നേതാക്കന്മാർ CPMന്റെ ഉണ്ട്. അവരെയെല്ലാം SIT ചോദ്യം ചെയ്യുമെന്നും അവരെല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നും ഉള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. എന്ന് വെച്ചാൽ വലിയ സമരമുഖം തുറക്കും, വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും സജീവമായ വിഷയമാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നത് ശബരിമലയാണ്. അങ്ങനെ ഹിന്ദു വോട്ടുകൾ ആകർഷിക്കാൻ കഴിയും. ഇതാണ് നേരത്തെ ശ്രമിച്ചത്. സുവർണാവസരം, BJPയുടെ സുവർണാവസരം UDF മുതലാക്കിയത് നാം കണ്ടതാണ്. അതുപോലെയുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് വരാൻ പോകുന്നത് എന്നൊക്കെയാണ് നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞത്. ഇതാ UDF യോഗം നടക്കുന്നു, ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ എന്തുകൊണ്ട് UDF പുറകോട്ട് പോയി? ഇനി ശബരിമലയിൽ പിടിച്ചാൽ UDFന് മനസ്സിലായി വൻ തിരിച്ചടിയാണ് വരാൻ പോകുന്നത് എന്ന്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അടൂർ പ്രകാശ് ഇരിക്കുന്നുണ്ട്. അടൂർ പ്രകാശിനോട് ഒരു ചോദ്യം പോലും നമ്മുടെ മാധ്യമപ്രവർത്തകർ ചോദിച്ചില്ല. ചോദിക്കേണ്ടതായിരുന്നില്ലേ? എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും അറസ്റ്റിലായ ഗോവർദ്ധനുമായും UDF കൺവീനറും MP-യുമായ അടൂർ പ്രകാശ് സാറിൻ്റെ ബന്ധം? അങ്ങനെ ചോദിക്കാമായിരുന്നില്ലേ? ഇങ്ങനെയൊക്കെ ഫോട്ടോകൾ കണ്ടു. എന്തിനാണ് സോണിയാഗാന്ധിയെ കണ്ടത്? എന്തിനാണ് സോണിയാഗാന്ധിക്ക് ഉപഹാരം നൽകിയത്? എന്തായിരുന്നു കയ്യിൽ കെട്ടിക്കൊടുത്തത്? സ്വർണമായിരുന്നോ അല്ല വെറും കയറ് മാത്രമായിരുന്നോ? ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാമായിരുന്നില്ലേ അടൂർ പ്രകാശിനോട്? പക്ഷെ മാധ്യമങ്ങൾ മിണ്ടിയില്ല. അതാണ് UDF ആഗ്രഹിച്ചതും. കാരണം ഇനിയും ശബരിമല വിഷയം ചർച്ചയാക്കാൻ താല്പര്യമില്ല UDFന്. അതല്ലെങ്കിൽ SITക്ക് മുകളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്തുന്നു. അക്കാര്യം ഇതാ ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് SITയിൽ വിശ്വാസമില്ല, നേരിട്ട് CBI അന്വേഷിക്കണം, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷിക്കണം എന്ന ആവശ്യം ഉന്നയിക്കാമായിരുന്നില്ലേ UDFന്? CBI വരണം, CBI അന്വേഷിക്കണം എന്ന ആവശ്യം ഉന്നയിക്കാമായിരുന്നില്ലേ UDFന്? ഉന്നയിക്കില്ല. കാരണം ഇപ്പോൾ കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത് സോണിയാഗാന്ധിയുടെ അടുത്താണ്, അടൂർ പ്രകാശിന്റെ അടുത്താണ്. വാതിലിൽ SIT മുട്ടുന്ന ദിവസങ്ങൾ വരാൻ പോകുന്നതേയുള്ളൂ. അത് അടുത്തു തന്നെ ഉണ്ടാകും. ആന്റണിക്കും അടൂർ പ്രകാശിനും എന്ത് ബന്ധമാണ് ഗോവർദ്ധനുമായും ഉണ്ണികൃഷ്ണനുമായുള്ള ബന്ധം? സ്വാഭാവികമായും ചോദ്യങ്ങൾ ഉയർന്നു വരും. അതിന് മറുപടി പറയേണ്ടി വരും കോൺഗ്രസ്. അതുകൊണ്ട് മെല്ലെ ശബരിമല വിഷയത്തിൽ നിന്ന് പിറകോട്ട് പോകുകയും കേരളത്തിൻ്റെ വികസന പ്രശ്നമാണ് ഞങ്ങളുടെ അജണ്ട, അതിനാണ് മുൻതൂക്കം എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു UDF. കോൺഗ്രസ് ഭയപ്പെടുന്നുണ്ട്. ചില കാര്യങ്ങൾ ഭയപ്പെടുന്ന ആ കാര്യങ്ങൾ തന്നെയാണ് വരും ദിവസങ്ങളിൽ പുറത്തു വരാൻ പോകുന്നതും. അതല്ലെങ്കിൽ SITയുടെ പരാജയം
ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് CBI അന്വേഷണം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ല UDF-ന് എന്ന ചോദ്യമാണ് കേരളം നാളെ UDF-നോട് ചോദിക്കാൻ പോകുന്നത്.